അടിയന്തരാവസ്ഥ രാജ്യത്തുടനീളം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ഒരു കാലമായിരുന്നു. 1971 ജൂൺ 25 മുതൽ നീണ്ട 21 മാസക്കാലം. അടിയന്തരാവസ്ഥയുടെ കാലത്ത് സകല പൗരാവകാശങ്ങളും ലംഘിച്ച് പോലീസിന്റെ പൈശാചിക മർദ്ദനങ്ങൾ അരങ്ങേറിയ ക്യാമ്പാണ് കോഴിക്കോട് കക്കയത്തേത്. ചാത്തമംഗലം REC വിദ്യാർത്ഥിയായിരുന്ന രാജനെ അതിക്രൂരമായി ഉരുട്ടിക്കൊന്ന ഒട്ടേറെ നിരപരാധികളെ സമാനതകളില്ലാത്ത ശാരീരിക വേദനകളിലേക്ക് തള്ളിവിട്ട കക്കയം ക്യാമ്പ് അടിയന്തരാവസ്ഥക്കാലത്തും പിൽക്കാലവും കേരളത്തെ ഇളക്കിമറിച്ചു. ഞാൻ വാതിലടയ്ക്കുന്നേയില്ല, പെരുമഴ പെയ്തിറങ്ങട്ടെ. ഒരു കാലത്തും വാതിലുകൾ താഴിടാനാകാത്ത ഒരച്ഛനെ അദൃശ്യനായ മകനെങ്കിലും അറിയട്ടെ. ഒരച്ഛൻ്റെ തീക്ഷ്ണമായ ഓർമ്മക്കുറിപ്പുകൾ പെയ്തൊഴിയുകയാണ്. ജനാധിപത്യം ചവറ്റുകുട്ടയിലേക്ക് എറിഞ്ഞ കാലത്ത് ഭരണകൂട ഭീകരതയുടെ പ്രയോഗശാലയായി മാറിയ കക്കയം ക്യാമ്പിലെ ചോരമണക്കുന്ന വെളിപ്പെടുത്തലുകളിലേക്കുള്ള വാതിൽ കൂടിയാണ് ചാത്തമംഗലം REC വിദ്യാർത്ഥിയായിരുന്ന രാജൻ. 1976 ഫെബ്രുവരി 26 നടന്ന കായണ പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിന്റെ അന്വേഷണത്തിന്റെ പേരിൽ കോഴിക്കോട് ജില്ലയിൽ നിന്നും 60 കിലോമീറ്ററുകളോളം അകലെയുള്ള കക്കയത്ത് തുടങ്ങിയ ക്യാമ്പ് മനുഷ്യാവകാശ ലംഘനങ്ങളുടെ ഇടിമുറികളായിരുന്നു. നക്സലൈറ്റ് ഉന്മൂലനത്തിനായി കായണ്ണ, കൂരാച്ചുണ്ട്, കക്കയം, ചാത്തമംഗലം തുടങ്ങിയ സ്ഥലത്തു നിന്നും ചെറുപ്പക്കാരെ ആസ്ബറ്റോസ് മേഞ്ഞ കെട്ടിടങ്ങളിലേക്ക് ഒരു രേഖകളും തെളിവുകളുമില്ലാതെ പോലീസ് ജീപ്പിൽ പകലും രാത്രിയും കൊണ്ടുവന്നു. അന്നുവരെ കേരളം കേട്ടിട്ടില്ലാത്ത ഒരു പൈശാചിക മർദ്ദനമുറ ഇവിടെ തുടങ്ങി. കസ്റ്റഡിയിലുള്ള ആളെ ബെഞ്ചിൽ മലർത്തിക്കിടത്തി നിലവിളി പുറത്തു കേൾക്കാതിരിക്കാൻ വായിൽ തുണി തിരുകി തുടയുടെ മുകളിലൂടെ താഴോട്ടും മുകളിലോട്ടും ഇരുമ്പുലക്ക കൊണ്ട് കരുത്തരായ പോലീസുകാർ ഉരുട്ടി. 200ഓളം പേരെയാണ് കക്കയം ക്യാമ്പിൽ കൊണ്ടുവന്നത്. രാജനെ ഉരുട്ടിക്കൊല്ലുന്നതിൻ്റെ ദൃക്സാക്ഷിയായ ചാത്തമംഗലം സ്വദേശി കാനങ്ങാട്ട് രാജൻ ഉൾപ്പെടെയുള്ള ആളുകൾ നരനായാട്ടിനെക്കുറിച്ച് പുസ്തകങ്ങളിലൂടെ ഞെട്ടിക്കുന്ന അനുഭവങ്ങൾ പങ്കുവച്ചു. സ്കോട്ട്ലൻഡ് യാർഡ് പോലീസിൽ നിന്ന് കുറ്റാന്വേഷണം പഠിച്ചു വന്ന DIG ജയറാം പടിക്കൽ, IG ലക്ഷ്മണ, TV മധുസൂദനൻ, മുരളീദാസ്, പുലിക്കോടൻ നാരായണൻ എന്നിങ്ങനെ പോലീസ് സേനയിലെ അധികാര ശ്രേണിയിൽ മുകളിലും താഴെയുമുള്ള ഉദ്യോഗസ്ഥർ പീഡനങ്ങൾക്ക് നേതൃത്വം നൽകി. കനത്ത പോലീസ് കാവലിൽ കക്കയത്തെ കുടിയേറ്റ ജനത വിറച്ച കാലം. ക്യാമ്പിനകത്ത് എന്ത് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ച് തൊട്ടരികെയുള്ളവർ ആദ്യമൊന്നും അറിഞ്ഞതേയില്ല. അറിഞ്ഞവരാകട്ടെ ഭയം കൊണ്ട് പങ്കുവെച്ചതുമില്ല. ജനാധിപത്യ കേരളത്തിന്റെ കൊടിക്കൂറയിലെ കണ്ണീർ പൂവാണ് രാജൻ. ഒരിടത്തും രേഖപ്പെടുത്താത്ത പോയ നിരവധി പേരുടെ ഇന്നും പുറത്തറിയാത്ത നൊമ്പരങ്ങളുടെ മലയടിവാരമാണ് കക്കയം. നിരപരാധികളുടെ നിലവിളികളും പോലീസുകാരുടെ അലർച്ചകളും പിന്നിട്ട് കക്കയം ഇന്ന് വികസന സാധ്യതകൾ തേടുകയാണ്. പൊള്ളുന്ന ഒരു ചോദ്യത്തിനുള്ള ഉത്തരവും നെഞ്ചിലൊതുക്കി. എൻ്റെ നിഷ്കളങ്കനായ കുഞ്ഞിനെ എന്തിനാണ് മരിച്ചിട്ടും നിങ്ങൾ മഴയത്ത് നിർത്തുന്നത്?